ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കെല്ലാം യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് വരുവാൻ ആഗ്രഹിച്ചത്. ഇന്ന് അതിനൊരു തക്ക സംഭവം ഉണ്ടായി. നിങ്ങൾ ഈ സബ്ജക്ട് വായിച്ചു കാണുമല്ലോ. കോവിഡ് വാക്സിൻ ആൻഡ് ഇൻഫാക്ട് ഫോൾസ് എസ്കറ്റോളജി, ഇതെല്ലാം കൂടെ ചേർത്തുള്ള അധികം പഠിപ്പിക്കലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ഇതൊരു മുന്നറിയിപ്പ് തരുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് അവസാനം വരെ കേൾക്കുക. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നേരിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു പോവുകയുള്ളൂ. അതിനൊക്കെ മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതാണ്, എന്നാൽ ആഗ്രഹിക്കാഞ്ഞ ഒരു കാര്യം, മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഞാൻ കുറച്ചു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടതുപോലെ 2023 ഫെബ്രുവരിയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ടതാണ്. എത്രയും വേഗം ഈ ദേശം വിട്ട് ഓടിക്കൊള്ളുക, നിന്റെ ഇവിടുത്തെ പ്രവർത്തനം പൂർത്തിയായി നാട്ടിലേക്ക് പോയിക്കൊള്ളുക. അത് കേട്ടാണ് സകലതും ഉപേക്ഷിച്ച് എന്റെ പ്രിയപ്പെട്ട അനേകർ എന്നെ ഉപദേശിച്ചു. പക്ഷേ ഉപദേശങ്ങളൊക്കെ ഞാൻ തിരസ്കരിച്ച് എനിക്ക് പലരുടെയും വൈരാഗ്യം ഏൽക്കേണ്ടി വന്ന ഒരു സന്ദർഭമായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ആ ദേശത്ത് നിന്ന് ഇങ്ങ് പോരുകയായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയാണ് ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവിന്റെ ആ ശബ്ദം കേട്ടതനുസരിക്കാതെ ഇരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു. ഇതുപോലെ ഒരു ലൈവിൽ ഇരിക്കുവാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ലായിരുന്നു. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുന്ന അപ്പോൾ തന്നെ ആ ദേശത്തെ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ വീഡിയോ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് മിഡിൽ ഈസ്റ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോക സമാധാനം ഞങ്ങൾക്ക് കർത്താവെ ലോകത്തോട് പറയുവാനുള്ളത് ക്രിസ്തു ഞങ്ങൾക്ക് തന്ന സമാധാനമാണ് കർത്താവെ. ക്രിസ്തുവിൽ വരാത്തവരൊന്നും ഈ സമാധാനം അനുഭവിക്കില്ല പിതാവേ. ആ ദേശത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ കർത്താവെ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കുടുംബത്തെ പുലർത്തുവാനായിട്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട്, മാതാപിതാക്കളെ സംരക്ഷിക്കുവാനായിട്ട് സകലത ഉപേക്ഷിച്ച് ആ ദേശത്ത് വേല ചെയ്യുന്ന പിതാവേ, ഞങ്ങൾ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കരുണയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ. അനേക കുഞ്ഞുങ്ങൾ ഇന്ന് പകലിൽ മരിച്ചു എന്നറിയുന്ന പിതാവേ, മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമായ കർത്താവ്, ബന്ധുമിത്രാദികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിടുത്തോട് താണിക്കാണ് അപേക്ഷിക്കുന്നപ്പാ. അവിടുത്തെ ഹിതമെങ്കിൽ എത്രയും വേഗം ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് കർത്താവെ ഈ യുദ്ധം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം വരുത്തുവാൻ. ഈ യുദ്ധം മാത്രമല്ല കർത്താവെ, റഷ്യ ഉക്രൈൻ വാർ എത്ര വർഷങ്ങളായല്ലോ കർത്താവെ. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്, ലോകമെമ്പാടും അവിടുത്തെ സമാധാനം മനുഷ്യൻ അനുഭവിച്ചറിയാനിടയാക്കണമേപ്പ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൽ സ്തുതിക്കുന്നു യേശു കർത്താവിന്റെ പണിതർ നാമത്തിൽ തന്നെ, ആമേൻ. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥത്തിൽ വളരെ മുമ്പ് തന്നെ കോവിഡിന്റെ ആ മാക്സിമം അതിന്റെ പീക്ക് ടൈമിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കോവിഡ് വാക്സിനെ കുറിച്ച്. അത് അനേകർ കണ്ടു. ഞാൻ അവരോട് വാക്സിൻ എടുക്കണമെന്ന് പറയുകയായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്? ഇന്ന് ലോകമെമ്പാടും പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും അനേകർ അവര് ദർശനങ്ങൾ കണ്ടു, പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഇത് എൻഡ് ടൈമാണ്, അവസാന നാളുകളാണ്. അതുകൊണ്ട് ചിലർക്ക് മാത്രം ദൈവാത്മാവ് പ്രത്യേക വെളിപ്പാടുകൾ കൊടുക്കുന്നു. അവർ പറഞ്ഞ വെളിപ്പാടെന്ന് കേട്ടോ, ഞാൻ വെളിപ്പാടെന്ന് പറഞ്ഞു. വെളിപ്പാടാണ് ശരി. നമ്മള് വേദപുസ്തകം എടുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകമല്ല. ഈ പറയുന്നവരൊക്കെ വെളിപ്പാടെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ഇതിൽ അത്ര ഗ്രാഹ്യമില്ല. ഇവിടുന്നോ എന്തൊക്കെയോ കേട്ടു ചാടി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാണ് എന്നെ അതിലേക്ക് ക്ഷണിച്ചത്. പക്ഷെ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ബൈബിൾ ക്ലാസ് ആയിരുന്നില്ല എന്ന്. കുറെ സഹോദരിമാർ തൃശൂർ ഭാഗത്ത് നിന്ന് കടന്നു വന്നിട്ട് അവർ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുക, അതായിരുന്നു. ഞാൻ അതിന്റെ ഏകദേശം ഒരു ഉള്ളടക്കം നിങ്ങൾക്ക് തരാം. ഞാൻ അവിടെ മുഴുവൻ ഇരുന്ന് കേട്ടു. യഥാർത്ഥത്തില് അവര് പഠിപ്പിച്ച് വന്നതിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ
കോവിഡ് വാക്സിൻ എടുത്ത് ഒരുത്തം പോലും സ്വർഗത്തിൽ പോകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. കോവിഡ് വാക്സിൻ എടുത്തതിന് കർത്താവിനോട് ക്ഷമയാചിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ പാപം നിങ്ങളുടെ മേൽ നിൽക്കും. നിങ്ങൾ എത്ര രക്ഷിക്കപ്പെട്ട്, എത്ര സ്നാനപ്പെട്ട്, എത്ര പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ പോകുകയില്ല. കൈവിടപ്പെട്ടു പോകും. നിങ്ങൾ നരകത്തിലേക്ക് പോകും. അല്ലെങ്കിൽ നരകത്തിലേക്ക് പോയില്ല എങ്കിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ സമയത്ത് നിങ്ങളുടെ കഴുത്ത് ഛേദിക്കപ്പെടും. നിങ്ങൾ രക്തസാക്ഷിയാകേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള എന്റെ ദൈവമേ, ഞാൻ അവിടെ നിന്ന് ഉരുകിപ്പോയി. ഇറങ്ങി ഓടാൻ പറ്റുമോ? കാരണം ഏറ്റവും മുമ്പിലായിപ്പോയി. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇന്ന് ചെന്നുപെട്ട്. പ്രിയമുള്ളവർ, വളരെ ശ്രദ്ധിക്കുക, വളരെ സൂക്ഷിക്കുക. ഈ എസ്കറ്റോളജി പഠിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കണം, 2 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണം. 1, നിങ്ങൾ വൈറോളജി പഠിച്ചതാണോ? 2, നിങ്ങൾ വാക്സിനോളജി പഠിച്ചതാണോ? ഈ 2 വിഷയങ്ങളിൽ ABCD പോലും അറിയാത്തവരാണ്. പരിശുദ്ധാത്മാവ് അവർക്ക് ദർശനം കൊടുത്തു. യേശുക്രിസ്തു ദർശനം കൊടുത്തു. അതുകൊണ്ട് വാക്സിൻ എന്ന് പറയുന്നത് എതിർക്രിസ്തുവിന്റെ മുദ്രയാണ്. അതിനകത്ത് എന്താ പറയുന്നത്, ആക്ടിവേറ്റഡ് അയൺ ഉണ്ട്. ഇരുമ്പും കൂടെയാ പറയുന്നത് കേട്ടോ, ലോഹം, മെറ്റൽ ഉണ്ട്. അതിനകത്ത് കോഡുണ്ട്. കോവിഡ് വാക്സിൻ നിങ്ങളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ കർത്താവിനോട് ക്ഷമ ചോദിച്ചില്ല എങ്കിൽ, നിങ്ങൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ, നിങ്ങൾ ഏത് സഭാ കൂട്ടായ്മയിലോ എവിടെ ആയിക്കോട്ടെ, നിങ്ങളുടെ ശരീരം പതിയെ പതിയെ ഒരു രാക്ഷസന്റെ ശരീരം പോലെയാകും. ഒരു വല്ലാത്ത ശരീരമാകും. നിങ്ങൾക്ക് പിന്നെ വചനം ഒന്നും കേൾക്കാൻ പറ്റില്ല. വചനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ആകെപ്പാട് തെറ്റിപ്പോവും. ആകെപ്പാട് നല്ല പച്ച മലയാളത്തിൽ പറയാൻ നിങ്ങൾ മുടിഞ്ഞു പോവും. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇതിപ്പോ ഇന്ന് ഞാൻ കേട്ടത് തൃശ്ശൂരുള്ള ഒരു സഹോദരി ന്യൂയോർക്കിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് അവർക്ക് ഇതുപോലെയുള്ള വെളിപാട്, ഞാൻ വെളിപാട് തന്നെ പറയട്ടെ, അവർക്ക് വെളിപാട് ലഭിച്ചു. അപ്പോൾ അവർക്ക് ധാരാളം മെസ്സേജുകളൊക്കെ ലഭിച്ചു. അവർക്ക് ചിഹ്നങ്ങൾ ലഭിച്ചു. അവരുടെ മിനിസ്ട്രിയുടെ പേര് ലഭിച്ചു. ഇങ്ങനെ ഒത്തിരി മിനിസ്ട്രി ഉണ്ട്. ഞാൻ ഒന്നിന്റെ പേര് പറയുന്നില്ല. അത് ഒത്തിരി ഉണ്ട്. തൃശ്ശൂർ ഭാഗത്ത് നോക്കിയാൽ അത് ഒത്തിരി ഉള്ളത്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ വളരെ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ഒരു ഏടാകൂടങ്ങളിൽ ചെന്ന് പെടരുത്. അവിടെ പെട്ടാൽ തന്നെ നിങ്ങൾ വിശ്വസിക്കരുത്. എന്താണ് വൈറോളജി, എന്താണ് വാക്സിനോളജി? വൈറോളജി എന്ന് പറഞ്ഞാൽ വൈറസിനെ കുറിച്ചുള്ളതായ പഠനമാണ്. വാക്സിനോളജി എന്ന് പറഞ്ഞാൽ ആന്റി വൈറോളജി എന്ന് വെച്ചാൽ ഈ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള പഠനമാണ് വാക്സിനോളജി. ഇത് രണ്ടും പഠിക്കാതെ, ഞാൻ ഇത് രണ്ടും പഠിച്ചതാ കേട്ടോ. ഇത് രണ്ടും പഠിക്കാതെ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കുറെ നാൾ ഒരു ഏകദേശം 12 വർഷങ്ങളോളം മെഡിക്കൽ പ്രൊഫഷനിലായിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഈ 2 കാര്യം പഠിക്കാതെ എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നു. എനിക്കിന്ന് വലിയ വിഷമം തോന്നി. 30, 40, 50 വർഷം കർത്താവിന്റെ വയലിൽ അധ്വാനിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ദൈവദാസന്മാരോട് അവിടെ നിന്ന് ഹല്ലേലൂയ പറയുകയായിരുന്നു. ഈ സഹോദരിമാർ പറയുന്ന ഓരോ കാര്യത്തിനും കൈകൊട്ടുകയും ഹല്ലേലൂയ പറയുകയും ആമീൻ പറയുകയും സ്തോത്രം പറയുകയുമായിരുന്നു. അവർ പറയുന്നത്, ഞങ്ങൾ വാക്സിൻ എടുത്തിട്ടില്ല, കർത്താവ് ഞങ്ങളോട് പറഞ്ഞു വാക്സിൻ എടുക്കരുത്, അതുകൊണ്ട് ഞങ്ങൾ വാക്സിൻ എടുത്തിട്ടില്ല. ഞാൻ പറയുന്നത്, വാക്സിൻ എടുത്തോ വാക്സിൻ എടുത്തില്ലയോ അത് വേറെ കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ കുടുംബമായിട്ട് 3 വാക്സിൻ എടുത്തു. ഇനി 4മതൊരു വാക്സിൻ ഉണ്ടെങ്കിൽ എടുക്കാൻ തയ്യാറാണ്. കാരണം ഞങ്ങൾക്കറിയാം എന്താണ് വാക്സിൻ, എന്താണ് വൈറസ്, എന്താണ് വൈറോളജി, എന്താണ് ആന്റി വൈറസ്, എന്താണ് ആന്റി വെനം. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ട് ആണ് ഞാനൊരു കാര്യം പറയട്ടെ, ധാരാളം പേര് ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് കോവിഡ് വൈറസിനെ വെച്ചിട്ട് അനേകരുടെ ഭയം കയ്യിലെടുത്ത് അവരെ അടിമകളാക്കുന്ന, അതുകൊണ്ട് എന്ത് ചെയ്തു, അനേകർ വാക്സിൻ എടുത്തില്ല കേട്ടോ. അതുകൊണ്ട് അവരിപ്പോഴും അനുഭവിക്കുകയാണ് പല കാര്യങ്ങൾ കൊണ്ടും. കാരണം അവരുടെ പല കാര്യങ്ങളും തടസ്സപ്പെട്ടു. എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ ഇത് എടുക്കണമെന്നുള്ള നിർബന്ധം കൊണ്ടത്? നിങ്ങൾ അറിയണത്, ഇവരൊന്നും പറയുന്നതല്ല ഈ കോവിഡ് വൈറസ് എന്ന് പറയും. ഇവർ പറയുന്നത് ബിൽ ഗേറ്റ്സും അതുപോലെ ട്രംപും അമേരിക്കയിലെ കുറെ ആൾക്കാരും, എന്താ പറയുന്നത്, ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ ആൾക്കാരൊക്കെ, അവരൊക്കെ 10-20 വർഷം മുമ്പേ പ്ലാൻ ചെയ്ത് അവർ തയ്യാറാക്കി എടുത്തതാണ് ഈ കോവിഡ് വാക്സിൻ. എന്ന് വെച്ചാൽ ഇത് എതിർക്രിസ്തു തയ്യാറാക്കി എടുത്തതാണ്. കോവിഡ് വാക്സിൻ അല്ല, കോവിഡ് എന്നുള്ള വൈറസ്. അപ്പോൾ എന്തിനാണ് ഇത് ലോകം മുഴുവൻ കോവിഡ് വൈറസ് അവർ പരത്തിയത്? നമ്മളെല്ലാം കോവിഡ് വാക്സിൻ എടുക്കണം. അങ്ങനെ കോവിഡ് വാക്സിൻ എടുക്കുമ്പോൾ എതിർക്രിസ്തുവിന്റെ മുദ്ര നമ്മുടെ ബ്ലഡിനകത്ത് കയറിയിട്ട് നമ്മുടെ ഓരോ സെല്ലിലും കയറി നമ്മുടെ DNA ആകപ്പാട് മാറിപ്പോയി, നമ്മുടെ ക്രോമോസോം ആകപ്പാട് മാറിപ്പോയി. അങ്ങനെ നമ്മളെല്ലാം എതിർക്രിസ്തുവിന്റെ അനുയായികളാകും. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞ് കോവിഡ് വാക്സിൻ എടുക്കാത്തവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ. ഇങ്ങനെയുള്ള വളരെ തെറ്റായ
പൈശാചികമായ പഠിപ്പിക്കലുകൾ നിങ്ങൾ സൂക്ഷിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ ധാരാളം വീഡിയോകളുണ്ട് കോവിഡ് വൈറസിനെ കുറിച്ച്. എന്താണ് കോവിഡ് വൈറസ്? ചൈനയിലെ വുഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലീക്ക് ഔട്ട് ചെയ്ത ഒരു വൈറസാണ്. അത് മനുഷ്യനെ കൊല്ലാനൊന്നും ഉപയോഗിച്ചതല്ല. അവര് ഏത് വൈറസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഏത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവര് വൈറസുകളെ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് വിവിധ വൈറസുകളെ ഉണ്ടാക്കും. അതവരുടെ പഠനത്തിന് വേണ്ടിയാണ്. അത് മാത്രമല്ല, മെഡിക്കൽ സയൻസിന്റെ പഠനത്തിനാണ്. മെഡിക്കൽ സയൻസ് ഇത്രമാത്രം നമുക്കറിയാം മുന്നേറി നിൽക്കുമ്പോൾ ഇതിനെ തകർക്കുവാൻ ശ്രമിക്കുകയാണ് ചില ആൾക്കാർ. അതിന് അവരെന്ത് ചെയ്യും? കുറെ ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിക്കും, കുറെ ഹിബ്രു വാക്കുകൾ ഉപയോഗിക്കും, കുറെ അരമായ വാക്കുകൾ ഉപയോഗിക്കും, മലയാളം അങ്ങ് മാറ്റിവെക്കും. അവർ പറയും, എനിക്ക് രസം തോന്നി, ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട് സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തെറ്റാണ്, ഞങ്ങൾ ഈ പഠിപ്പിക്കുന്നതാണ് ശരി, ഞങ്ങളുടെ അമ്മാമ്മ അമേരിക്കയിലിരുന്ന് കണ്ടതാണ് ശരി, ഈ 2000 വർഷമായിട്ട് പാസ്റ്റർമാരും തെറ്റ്, പുരോഹിതന്മാരും തെറ്റ്, ബിഷപ്പുമാരും തെറ്റ്, 2000 വർഷമായി ഉള്ള സഭ തെറ്റ്, ഞങ്ങൾ പഠിപ്പിക്കുന്ന ശരി. ഇതാണ് ഒന്നാം തരം കൾട്ട് പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് കൾട്ട് പഠിപ്പിക്കൽ? കൾട്ട് പഠിപ്പിക്കലിന്റെ ഒന്നാമത്തെ കാര്യം ഭയമാണ്. അവരുടെ ഉപദേശത്തിലും അവരുടെ പഠനത്തിലും അവർ നിങ്ങളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കും. ഒന്നാണ്. രണ്ടാമത്തെ ഓർത്തണം, മറ്റുള്ളവരെല്ലാം തെറ്റാണെന്ന് നിങ്ങളെ പഠിപ്പിക്കും. 3, ഇത് പരിശുദ്ധാത്മാവ് നേരിട്ടിങ്ങി തന്നതാണെന്ന് പഠിപ്പിക്കും. നമ്മുടെ സഹോദരന്മാരിൽ ഇതെല്ലാം കേട്ട്, എന്റെ ദൈവമേ, ദേവദാസന്മാരുടെ ഇത് കേട്ട് കൈയടിച്ച് സ്തോത്രം ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങ് ആത്മാവിലാകും. ഒന്ന് ഓർത്ത് നോക്കിയേ. എന്നിട്ട് പറയും, ഞങ്ങൾ ഈ പഠിപ്പിക്കുന്നതാണ് കൃത്യമായ പഠനം, ഇതാണ് ശരി. നിങ്ങളാരും വേദപുസ്തകം പഠിച്ചിട്ടില്ല, ഞങ്ങൾ കുത്തിയിരുന്ന വേദപുസ്തകം പഠിച്ചതാ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോട് വേദപുസ്തകം പഠിച്ചതാ, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഓരോ വരിയും കുത്തും കോമായും വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നവനെ അപ്പോൾ തന്നെ വിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് വൈറസ് എന്ന് പറയുന്നത് വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ തയ്യാർ ചെയ്ത, അവരുടെ റിസർച്ചിന് വേണ്ടി തയ്യാർ ചെയ്ത വൈറസ് അവിടുന്ന് ലീക്ക് ഔട്ടായി. അങ്ങനെ അത് ലോകം മുഴുവൻ പടർന്നു. അപ്പോൾ തന്നെ എങ്ങനെയാണ് ബിൽഗേറ്റ്സും പാർട്ടിൽ ഇതിനകത്ത് വന്ന് ഓർക്കുക? ഇത് വേറൊരു തിയറിയാണ്. നമുക്കറിയാമല്ലോ, ഈ എന്താ പറയുന്നത്, അബത്തോളജി എന്ന് പറയും. അബത്തോളജി മലയാളത്തിൽ കോൺസ്പിറസി തിയറീസ് ധാരാളമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കാര്യം നടന്നതാണ്. ബിൽഗേറ്റ്സും അദ്ദേഹത്തിന്റെ അനുയായികളും, ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തായാലും അതിൽ തന്നെ ബിൽഗേറ്റ്സിന്റെ ഇമെയിൽ നമ്മൾ കണ്ടു. അവര് ഒരു പദ്ധതി ഇട്ടിരുന്നു, പക്ഷെ അത് വൈറസ് ഉപയോഗിച്ചല്ല. അവരൊരു പദ്ധതി ഇട്ടിരുന്നു, പ്ലാൻ, അവിടെ ഒരു പ്രോജക്റ്റ് ആണ് ഈ ലോകത്തിൽ നിന്ന് പട്ടിണി പാവങ്ങളെ തുടച്ചു മാറ്റുക. ഇത് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുക. അങ്ങനെ ഒരു പ്രോജക്റ്റ്, അത് അവരൊരു പക്ഷേ രണ്ടുപേര് കൂടിയിരുന്ന ഒരു ബാറിലിരുന്ന് ബിയർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും സംസാരിച്ചതായിരിക്കാം, ഒരു തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം, ഒരുപക്ഷെ നടക്കാനുള്ളതല്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പക്ഷെ അത് ഈ കോവിഡ് വൈറസോ കോവിഡ് ഒന്നും അല്ല. നമുക്കറിയാം, 100 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കോവിഡ് വൈറസ് ബ്രേക്ക് ഔട്ട് ഉണ്ടായി. അന്ന് എയർക്രാഫ്റ്റ് ഇല്ലായിരുന്നു, വിമാനമില്ലായിരുന്നു, അതുകൊണ്ട് ലോകം മുഴുവൻ പടർന്നില്ല. എവിടൊക്കെ കപ്പൽ ചെന്നോ അവിടൊക്കെ പടർന്നത്, അനേകർ മരിച്ചു. അവര് മാസ്ക് ഇട്ട്. ഇന്ന് നമ്മളായിരുന്നല്ലോ, അന്ന് ഈ വാക്സിൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് എവിടൊക്കെ ഇത് പടർന്ന് അവരെല്ലാം മരിച്ചു. ഇന്ന് വാക്സിൻ ഉണ്ടായതുകൊണ്ട് ഞാനൊരു സത്യം പറയാം, അനേകർ മരിക്കാതെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. അനേകർ മരിച്ചു, അത് വേറെ കാര്യം, നമ്മൾ അത് നിരാകരിക്കുന്നില്ല. പക്ഷേ അനേക ഡയബറ്റിക്സ്, എന്നെ പോലെയുള്ള അനേക ഡയബറ്റിക്സ് രോഗികൾ വാക്സിൻ എടുത്തതുകൊണ്ട് കോവിഡ് വന്ന് ഏറ്റവും മൂർച്ഛിച്ചിട്ട്, എനിക്ക് ഒത്തിരി മൂർച്ഛിച്ചു കേട്ടോ. ആ വാക്സിൻ എടുത്തതുകൊണ്ടും അതിനനുബന്ധമായ ചികിത്സ ചെയ്തുകൊണ്ടും ഇന്ന് ജീവനോടെ ഇരിക്കുന്നുള്ള കാര്യം പറയുക. ദൈവത്തിന്റെ കൃപ ഉണ്ട്, അത് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. ദൈവകൃപയാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. സ്തോത്രം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ. ഈ ധാരാളം ബ്ലഡ് ക്ലോട്ടും അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം ഇവരെല്ലാം പറയാറുണ്ട്. ഞാൻ അതിന്റെ സത്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ശരിക്കും ഹൃദ്രോഗ വിദഗ്ധന്മാരോട് സംസാരിക്കണം, അവർക്ക് അതിന്റെ ഡേറ്റ അവരുടെ കയ്യിലുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 20 വർഷങ്ങളോളമായിട്ട് ഈ ജുവനൈൽ ഹാർട്ട് അറ്റാക്സ് ഉണ്ട്, അതുപോലെ തന്നെ യൂത്ത്ഹുഡ് ഹാർട്ട് അറ്റാക്സ് ഉണ്ട്. അതിന്റെ ഡേറ്റ എല്ലാം അവരുടെ ഉണ്ട്. പക്ഷേ അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഉള്ളപ്പോൾ നമ്മളിത് അറിയുന്നു എന്നേ ഉള്ളൂ. ഉദാഹരണത്തിന്, കഴിഞ്ഞ 2000 വർഷമായിട്ട്, നമ്മളുടെ ഈ 2000 ചരിത്രം ഞാൻ പറയുകയാണ്, ഈ 2000 വർഷമായിട്ട് ലോകത്തിൽ ബലാത്സംഗം ഉണ്ട്.
ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? ഈ കഴിഞ്ഞ ഒരു 10 വർഷം ആയുള്ളൂ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ ഇത്രയും പ്രചാരത്തിലായപ്പോഴാണ് നമ്മൾ ഈ ബലാത്സംഗ മരണവും സ്ത്രീ പീഡനവും ഒക്കെ അറിയുന്നത്. പക്ഷെ ഇതിനു മുമ്പ് ഇല്ല. ഇതെല്ലാം ഉണ്ട് ഇതിനു മുമ്പ്. ഇതിന്റെയൊക്കെ 10 ഇരട്ടിയായിരുന്നതിന് മുമ്പ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഈ മരണം, ഹാർട്ട് അറ്റാക്ക് പോലുള്ള മരണം സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഒത്തിരി കുറഞ്ഞു. പണ്ട് ഇതിന്റെ 10 ഇരട്ടിയായിരുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാമേ. എന്നെ കേൾക്കുന്ന ഏകദേശം 40, 45, 50 വയസ്സുള്ള പുരുഷന്മാർ ഇത് കേൾക്കണം. ഞാൻ ഈ പറയുന്നത് കേൾക്കണം. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുക. നിങ്ങൾ നിങ്ങളുടെ തൈറോയിഡ് ഫംഗ്ഷൻ ചെക്ക് ചെയ്തിരിക്കണം. ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്. പുരുഷന്മാർ ഒരിക്കലും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ പോയി നിർബന്ധിച്ചാൽ പോലും ചിലപ്പോൾ ഡോക്ടർ എഴുതുകയില്ല. മനസ്സിലായോ? നിങ്ങൾ വോളണ്ടിയർലി നിങ്ങളുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്തിരിക്കണം. വൈറ്റമിൻ D3 നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്തിരിക്കണം. ഞാൻ ഈ പറയുന്നത് 40 മുകളിലുള്ള പുരുഷന്മാരുടെ ഞാൻ ഈ പറയുന്നത്. കാരണം ഈ 40നും 50നും ഇടയ്ക്ക് ഉള്ള പുരുഷന്മാരിലാണ് വളരെയധികം ഹാർട്ട് അറ്റാക്ക് കാണുന്നത്, കാർഡിയാക് അറസ്റ്റ്. അത് കോവിഡ് കൊണ്ടോ വാക്സിൻ കൊണ്ടോ അല്ല കേട്ടോ. ഞാൻ ഈ പറയുന്ന 2 പ്രധാന കാരണമാണ് വൈറ്റമിൻ D3 ആൻഡ് തൈറോയ്ഡ് ഫംഗ്ഷൻ. കാരണം നിങ്ങളുടെ വൈറ്റമിൻ D3 ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയില്ല. കാരണം ഏറ്റവും നമ്മൾ ജോലി ചെയ്യുന്ന, ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന പ്രായമാണ് 40നും 50നും ഇടയിലുള്ള പ്രായം. 50 കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെന്റിലേക്ക് നമ്മൾ പതിയെ പോവുകയാണ്. ഈ 40 എന്ന് പറയുന്നത് നമ്മളുടെ മേൽ പ്രാരാബ്ദം ഒത്തിരി ഉണ്ടാവുകയാണ്. ഒരു വീടുണ്ടാക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരുടെ ഹയർ സ്റ്റഡീസ്, ഇങ്ങനെയൊക്കെ ഒത്തിരി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 40 മുതൽ അങ്ങോട്ട് നമ്മളെല്ലാം മറന്ന് അങ്ങ് ജോലി ചെയ്യും. ആ സമയത്താണ് പലപ്പോഴും നമുക്ക് വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി ഉണ്ടാകും. നമ്മൾ അറിയില്ല. ഈ വൈറ്റമിൻ D3 ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ കംപ്ലീറ്റ് വല്ലാതായി പോകും. തൈറോയ്ഡ് ഫംഗ്ഷൻ നിങ്ങൾ വല്ലാതെ ആയിക്കഴിയുമ്പോൾ അതിനോടനുബന്ധിച്ചൊരു കാര്യമാണ് ഡയബറ്റിക്സ് വളരെയാകും. അതിനോടനുബന്ധിച്ച കാര്യമാണ് കൊളസ്ട്രോൾ വളരെ കൂടും. നിങ്ങൾ പക്ഷേ അറിയില്ല ഇത്. കാരണം നിങ്ങൾ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ നിങ്ങൾ ഓഫീസിൽ പോകും. അപ്പോൾ നിങ്ങളുടെ വൈറ്റമിൻ D3 കുറവായിരിക്കും, നിങ്ങളുടെ തൈറോയ്ഡ് ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും, നിങ്ങൾ ഡയബറ്റിക് ആയിരിക്കും, നിങ്ങൾ ഹൈ കൊളസ്ട്രോൾ പേഷ്യന്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ അറിയുകയില്ല. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരാതെ നിങ്ങൾ നിത്യമായ ഉറക്കത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന ഇത് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്. 40നും 50നും ഇടയിൽ പ്രായമുള്ള യുവാക്കന്മാർ ദയവ് ചെയ്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ചെക്കപ്പ്, ബ്ലഡ് ടെസ്റ്റ് ചെക്കപ്പ് ചെയ്തിരിക്കണം. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അനേകർ പറയുമായിരുന്നു, ഗൾഫിൽ നിന്ന് കയറ്റിവിടുന്ന ഡെഡ് ബോഡീസ് മാക്സിമം ഈ 40 to 50 ഇതിനിടയിലുള്ളതാ. അതിൽ 90% കാർഡിയാക് അറസ്റ്റ് ആണ്, സഡൻ കൊളാപ്സ് ആണ്. ഇത് കോവിഡ് വരുന്നതിന് മുമ്പും കേട്ടോ, 2019 മുമ്പും നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ, ഞാനിപ്പോഴും ഓർക്കുന്നത് ഡോക്ടർ പാർവതി, തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഡോക്ടറാണ്. ഞങ്ങളിന്ന് സംസാരിക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞ കാര്യമാണ്, ഈ പുരുഷന്മാർ ഒരിക്കലും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുകയില്ല, അവരതിന് പോവുകയില്ല. നമ്മളിപ്പം ലാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഓരോ പ്രൊഫൈൽ കാണാം, ബ്ലഡ് ടെസ്റ്റ് പ്രൊഫൈൽ. നിങ്ങളുടെ പുരുഷന്മാരുടെ നോക്കി അതിനകത്ത് തൈറോയ്ഡ് ഫംഗ്ഷൻ ഇല്ല. കാരണം അത് കുറച്ച് കോസ്റ്റ്ലിയും കൂടെയാണ്, കുറച്ച് പണം കൂടുതൽ കൊടുക്കണം. സ്ത്രീകൾക്ക് മാത്രമേ തൈറോയ്ഡ് ഉള്ളൂ, പുരുഷന്മാർക്ക് തൈറോയ്ഡ് ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഗ്രന്ഥിയാണത്. അതിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചാൽ നമ്മുടെ ബോഡി ക്ലോക്കാണത് കംപ്ലീറ്റ് താളം തെറ്റും. നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് തെറ്റും. ഹാർട്ട് ബീറ്റ് തെറ്റിയിട്ട് ഹാർട്ട് നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കുക ഈ ഒരു കാര്യം. അല്ലാതെ കോവിഡ് വാക്സിനാണ്, കോവിഡ് ആണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയത്, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കിയത്, ബ്ലോക്ക് ഉണ്ടാക്കിയത് എന്നുള്ള തെറ്റായ പ്രചരണം. ഞാനൊരു കാര്യം പറയട്ടെ, വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതായ മെഡിക്കൽ സയൻസിനെതിരായിട്ട് പിശാച് അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു ഗീർവാണമാണ് ഈ കോവിഡ് വാക്സിനും ഒക്കെ എതിർക്രിസ്തുവിന്റെ മുദ്രയാണെന്ന് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങളത് അംഗീകരിക്കരുത്. അങ്ങനെയുള്ളവർ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2 ചോദ്യങ്ങൾ ചോദിക്കണം. താങ്കൾക്ക് വൈറോളജി അറിയാമോ? താങ്കൾക്ക് വാക്സിനോളജി അറിയാമോ? എന്താണ് വാക്സിൻ എന്ന് താങ്കൾക്ക് അറിയാമോ? എന്താണ് വൈറസ് താങ്കൾക്ക് അറിയാമോ? ഇതൊന്നും അറിയാതെ ആരോ എന്നോ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ ആരാണ്ട്, ഞാൻ പറയുന്നത് ശരിയല്ല, ദുരാത്മാവ് കയറിയിട്ട് ആരോ എന്തൊക്കെയോ പറഞ്ഞു വെച്ചത്
അവരുടെ അടിമകളായി നിന്നുകൊണ്ട് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന അങ്ങനെയുള്ളവരെ നിങ്ങൾ വളരെ സൂക്ഷിക്കുക. അതിൽ കൂടുതൽ ഞാനൊരു കാര്യം പറയട്ടെ, സഹോദരിമാരെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം സഹോദരന്മാർ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ കേൾക്കുകയില്ല, നിങ്ങൾ ഉറങ്ങും, നിങ്ങൾ ആ ബൈബിൾ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങും. എന്നാൽ സഹോദരിമാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കും ഈ പറയുന്നതെല്ലാം. അപ്പോൾ സഹോദരിമാരെ ഉപയോഗിച്ചാണ് ഈ അന്ത്യകാലത്ത് പിശാച് ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നത്, നിങ്ങളുടെ ചെവികളിൽ എത്തിക്കുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ എത്തിക്കുന്നത്. വളരെ സൂക്ഷിക്കുക. ഈ പറയുന്നത് ഒന്നുമല്ല എതിർ ക്രിസ്തുവിന്റെ മുദ്ര. എതിർ ക്രിസ്തു ആരത്? ഞാനിപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ബൈബിൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സാവധാനം ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമ്മളത് വ്യക്തമായിട്ട് പഠിക്കും. ഇനി എനിക്ക് അടുത്ത് ചെയ്യാനുള്ളത് 24 മൂപ്പന്മാരാരെന്നുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. അവിടെ ഇവിടെയും പറയുന്നത് കേട്ട് ആർക്കോ എപ്പോഴോ രാത്രി ഉറങ്ങാതെ ഇരുന്നപ്പോൾ ദർശനം കണ്ടു, ആ ദർശനമാണ് ശരി എന്ന് പറയുന്നതൊക്കെ വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിപ്പോകരുത്, ഭയപ്പെടരുത്. നമ്മുടെ കർത്താവ് നമ്മെ ഭയപ്പെടുത്തി കാര്യം സാധിക്കുന്ന കർത്താവല്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞു, നീ ഇറങ്ങി വാന്ന് പറഞ്ഞു, ഇല്ലേ? ഇറങ്ങി വന്നായിരുന്നെങ്കിൽ ആ പറഞ്ഞയാൾ അപ്പോഴേ വീണ് മരിച്ചേനെ. കാരണം അത് ഭയപ്പെടുത്തല. കർത്താവ് ക്രൂശിൽ നിന്ന് അപ്പോൾ ഇറങ്ങി വന്നിരുന്ന ലോകം മുഴുവൻ ഭയപ്പെട്ടേനെ. കർത്താവിന് രണ്ടാമത് വരേണ്ടി വരില്ല. ഒരുമിച്ച് ഈ രക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് കർത്താവിനങ്ങ് പോകായിരുന്നു. മനസ്സിലായോ? പക്ഷേ കർത്താവ് ഇത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ഭയപ്പെടുത്തിയല്ല, അല്ലെങ്കിൽ മനുഷ്യൻ പറയുന്ന രീതിയിലല്ല കർത്താവിന്റെ പ്രവർത്തനങ്ങൾ. നമ്മുടെ ദൈവത്തിന്റേതായ ദൈവിക പദ്ധതിയാണ് ഉള്ളത്. മനുഷ്യന്റെ പദ്ധതിക്ക് വഴങ്ങുന്ന ദൈവമല്ല. ദൈവം അതെല്ലാം വ്യക്തമായിട്ട് 66 പുസ്തകങ്ങളിൽ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇനിയും ഒരു എക്സ്ട്രാ വെളിപ്പാടിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് വേണം? നമുക്ക് പൊരുൾ തിരിക്കപ്പെടണം. നമ്മളുടെ വേദ പുസ്തക വചനങ്ങൾ പൊരുൾ തിരിക്കപ്പെടണം. അത് മാത്രമേ ഉള്ളൂ. ഈ പൊരുൾ തിരിക്കപ്പെടുന്നതിൽ വെളിപ്പാടില്ല കേട്ടോ. വെളിപാടോ ഇതൊന്നുമില്ല. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കി, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സുകളിൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ആധികാരമെടുക്കുന്നത്. ഒന്ന്, സഭാചരിത്രം. കാരണം അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാ. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് സഭാചരിത്രമാണ്. നമ്മളത് പഠിച്ചിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ തീരുന്നതല്ല സഭാചരിത്രം. ഈ നിമിഷം വരെയുള്ളതാണ് സഭാചരിത്രം എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ. ഈ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ ആധികാരികമായി എടുത്താണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി എടുത്ത് പഠിക്കുമ്പോൾ അതിനകത്ത് കോവിഡുമില്ല, കോവിഡ് വാക്സിനുമില്ല, ഈ പറയുന്ന പൈശാചിക ഉപദേശങ്ങളൊന്നുമില്ല. വളരെ വ്യക്തമാണ്. കർത്താവ് വ്യക്തമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ ഇനിയും സംഭവിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. 1-ാം ലോകമഹായുദ്ധം വന്നപ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടും അനേകർ പറഞ്ഞു കാണും, യുദ്ധം വന്നു, ഇത് അന്ത്യകാലമാണ്, അവസാനിച്ചു, ഇനി ഏതാനും ദിവസങ്ങൾക്കകം അവസാനിക്കുമെന്ന്. അവസാനിച്ചില്ല. 2-ാം ലോകമഹായുദ്ധം വന്നപ്പോൾ അനേകർ, അന്നൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ പറയുകയാണ്, ഈ പ്രസംഗിക്കുന്നവർക്കൊക്കെ ചാകരയായിരുന്നു. കാരണം 2ാമത്തെ യുദ്ധം വന്നപ്പോൾ അങ്ങ് പ്രസംഗിച്ച് കാണും, കർത്താവ് വാതികൾ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ തുറന്നു കൊടുക്ക് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് കാണും. കാരണം അതാണ് അന്ത്യകാലം എന്ന് പ്രസംഗിച്ച് കാണും. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഇപ്പോൾ 3-ാം ലോകമഹായുദ്ധം അതിനുവേണ്ടി ആൾക്കാർ നോക്കിയിരിക്കുക. അതാണ് അവസാനം എന്ന് പറയാനായിട്ട്. ഇതൊന്നുമല്ല അവസാനം. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കണം, പിതാവിന്റെ പദ്ധതിയിലുള്ളത് അറിയേണ്ടത് നമ്മൾക്കുള്ളതല്ല. ആരാ പറയുന്നേ? പുത്രനാം ദൈവം. മനസ്സിലായോ? പിതാവ് തന്റെ പദ്ധതിയിൽ വെച്ചിരിക്കുന്നത് നമ്മോട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അറിയിക്കാനുള്ളതെല്ലാം അറിയിച്ചിട്ടുണ്ട്. നമ്മളോട് പറയാത്തത്, നമ്മോട് അറിയിക്കാത്തത് പിതാവ് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത്. എന്താണ്? പുത്രന്റെ മേഘപ്രത്യക്ഷത. അത് പിതാവ് രഹസ്യമായിട്ട് വെച്ചിരിക്കുക. യഹൂദ ചരിത്രവും യഹൂദ പാരമ്പര്യവും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉള്ളുകളിൽ ഒത്തിരി മനസ്സിലാകും. ഞങ്ങളതാണ് ബൈബിൾ ക്ലാസ് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞേ കേട്ടോ എഴുതിയതോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ബൈബിൾ ക്ലാസ് ചെയ്യുന്നത് ഒരൊറ്റ പുസ്തകം വായിച്ചിട്ടല്ല, വിശുദ്ധ വേദപുസ്തകം പഠിച്ചിട്ട് സഭാചരിത്രം നോക്കിയിട്ട്. ഈ 2 കാര്യങ്ങളാണ് ആധാരമായി എടുത്തിരിക്കുന്നത്. വേറെ ഒന്നും എടുത്തിട്ടില്ല. സഭാചരിത്രത്തിനെ നോക്കിയിരിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യണം. സഭയുടെ ചരിത്രത്തിലെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ സഭയ്ക്കുണ്ടായ പീഡനങ്ങൾ, സഭ എന്നാണ് സ്വതന്ത്രമാക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കാര്യമാകട്ടെ, അല്ലാതെ ഞാൻ പറഞ്ഞ ആത്മീയമല്ല പറയുന്നത്. എന്നുവെച്ചാൽ ദേശത്തിന്റെ മതം, എങ്ങനെയാണ് ക്രൈസ്തവ സഭ ഒരു മതമായി തീർന്നത്, ഇത് പഠിക്കണം.
ഇന്ന് ക്രൈസ്തവ സഭയൊരു മതമാണ്. കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം, കർത്താവ് യഹൂദ മതത്തിൽ നിന്നും ഇതിനെ അടർത്തി മാറ്റിയതാണ്. ശിഷ്യന്മാരെ അടർത്തി മാറ്റി യഹൂദ മതത്തിന്റെ ആ കെട്ടിൽ നിന്നും. അതാണ് ന്യായപ്രമാണത്തിന്റെ ബന്ധനം എന്ന് പറയുന്നത്. കാരണം ന്യായപ്രമാണത്തിന്റെ ബന്ധനം എന്ന് പറയുന്ന മതത്തിന്റെ ബന്ധനമാണ്. ഒരു മതത്തിൽ നിന്ന് അടർത്തിയെടുത്തവരാണ് കർത്താവിന്റെ ശിഷ്യന്മാർ. എന്നാൽ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? AD 150, 200 വന്നപ്പോഴത്തേക്ക് പതിയെ പതിയെ ക്രൈസ്തവ മാർഗം ക്രൈസ്തവ മതമായി തീർന്നു. AD 350 360 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രൈസ്തവ മാർഗം 100% ക്രൈസ്തവ മതമായി അധപ്പതിച്ചു. പിന്നെ മതത്തിന്റെ പള്ളികള്, മതത്തിന്റെ പുരോഹിതന്മാര്, മതത്തിന്റെ നിയമം, മതത്തിന്റെ ചട്ടക്കൂടുകള്, മതത്തിന്റെ ഉത്സവം, മതത്തിന്റെ ആചാരങ്ങള്, മതത്തിന്റെ നേതൃത്വം, ഇങ്ങനെ ക്രൈസ്തവ മാർഗം ഇന്ന് വെറും ഒരു മതം മാത്രമാണ്. നമ്മളൊക്കെ